إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم فاتقوا الله وأصلحوا ذات بينكم وأطيعوا الله ورسوله إن كنتم مؤمنين ഏറെ പ്രിയം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ശഅബാൻ മാസത്തിലാണ് നമ്മളൊക്കെ ഈ ഒരു വെള്ളിയാഴ്ച ദിവസം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റമളാനിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുകയുമാണ്. ശഅബാൻ മാസം റമളാനിനു വേണ്ടിയുള്ള നല്ല ഒരു മുന്നൊരുക്കമാവട്ടെ എന്ന് കഴിഞ്ഞ ഖുതുബയിൽ അതിനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാനുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ ഒരു വചനം ذَلِكَ شَهْرٌ يَغْفُلُ النَّاسُ عَنْهُ ബൈന റജബിൻ വ റമളാൻ എന്നാണ്. മനുഷ്യർ പലപ്പോഴും അശ്രദ്ധയിലായി പോകുന്ന ഒരു മാസമുണ്ട്, അത് റജബിന്റെയും റമളാനിന്റെയും ഇടയിലാണ് എന്ന് ശഅബാനെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മാസം മറ്റു തിരക്കുകളൊക്കെ കുറച്ച് റമളാനിനെ സ്വീകരിക്കാനുള്ള നമ്മുടെ മനസ്സും ശരീരവും ജീവിതവുമൊക്കെ അതിന് പ്രാപ്തമാക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മയിലുണ്ടാകേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വചനം കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചു. ഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. നമ്മുടെ അമലുകളൊക്കെ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു മാസവും കൂടിയാണ് ശഅബാൻ എന്ന് പറയുന്നത്. മറ്റൊരു നബിവചനത്തിൽ നമുക്കിങ്ങനെ കാണാം, ഇന്നല്ലാഹ ലയത്തലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി ഇല്ലാ ലിമുശ്രികിൻ ഔ മുശാഹിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശഅബാൻ പകുതിയാകുമ്പോൾ ആളുകളിലേക്ക് നോക്കും. ഒരു രാത്രി അന്നേ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികൾക്കൊക്കെ പാപമോചനം നൽകും, പുറത്തു കൊടുക്കുമെന്നാണ്.
എന്നിട്ട് 2 വിഭാഗം അതിൽ നിന്ന് ഒഴിവാണ് എന്ന് പ്രത്യേകം എണ്ണി പറഞ്ഞു. ഒന്ന് മുശ്രിക്കായ മനുഷ്യനെ കുറിച്ചാണ്. അള്ളാഹുവിൽ പങ്കു ചേർത്ത് ശിർക്ക് ചെയ്ത് ജീവിച്ച ആളുകൾക്ക് അള്ളാഹു തആല പുറത്തു കൊടുക്കൂല. രണ്ടാമത് പറഞ്ഞത് മുഷാഹിൻ എന്നാണ്. മുഷാഹിൻ എന്ന് പറഞ്ഞാല് മനസ്സിലെ അസൂയയും മറ്റുള്ളവരോടുള്ള പകയും വിദ്വേഷവും അകൽച്ചയുമൊക്കെയായി ജീവിക്കുന്ന മനുഷ്യരാണ്. മുശ്രിക്ക് എന്ന ഗണത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും, മുവഹിദുകളായി നമ്മൾ മാറി, അൽഹംദുലില്ലാഹ്. പക്ഷെ രണ്ടാമത്തത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. മറ്റുള്ളവരോട് പകയും വിദ്വേഷവും അകൽച്ചയും ബന്ധങ്ങളിൽ വിള്ളലുകളുമൊക്കെയായി കഴിയുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടാതെ പോകാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പാപമോചനത്തിന് അർഹരാകാതിരിക്കാൻ നമ്മുടെ ഈ സ്വഭാവ ദൂഷ്യം കൊണ്ട് കാരണമാകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് എന്താ ചെയ്യാനുള്ളത്? ഖുർആൻ ഓർമ്മിപ്പിച്ചു, ഫത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വഅസ്ലിഹൂ ദാത ബൈനിക്കും, നിങ്ങൾ നിങ്ങൾക്കിടയിൽ തന്നെ കാര്യങ്ങൾ ഇസ്ലാഹ് നടത്തുക, പരസ്പരം നന്നാക്കുക. വഅതിഉല്ലാഹ വറസൂല, നിങ്ങൾ അല്ലാഹുവിനെയും അവിടുത്തെ റസൂലിനെയും അനുസരിക്കുക. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ മുഅ്മിനുകളാണെങ്കിൽ, നമ്മൾ യഥാർത്ഥ മുഅ്മിനുകളാകണമെങ്കിൽ നമ്മൾ അല്ലാഹുവും റസൂലും പറഞ്ഞത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. അതെന്താണ് അല്ലാഹു പറഞ്ഞത്? വഅസ്ലിഹൂ ദാത ബൈനിക്കും, നിങ്ങൾക്കിടയിൽ പരസ്പരം നിങ്ങൾ നന്നാക്കുക. പല നിലക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാവും. പല കാര്യങ്ങൾ കൊണ്ട് മനസ്സകന്നുപോയ മനുഷ്യരുണ്ടാകും. കുടുംബങ്ങളിലുണ്ടാകും, സംഘടനകളിലുണ്ടാകും, പലതിന്റെയും പേരിലുണ്ടാകും. പല കാരണങ്ങൾ, വാക്കുകൊണ്ട്, അതുപോലെ തന്നെ ഇടപാടുകൾ കൊണ്ട്, ഇടപെടലുകൾ കൊണ്ട്, സമ്പത്തിന്റെയൊക്കെ പേരിൽ, പലതിന്റെയും പേരിൽ മനുഷ്യരുടെ മനസ്സകന്നു പോയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത്, അള്ളാഹുവും അവിടുത്തെ റസൂലും നമ്മോട് പറയുന്നത് എന്താണ്? നിങ്ങൾ അള്ളാഹിനെ റസൂലിനെ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ അസ്ലിഹൂ ദാത ബൈനിക്കും, നിങ്ങൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ പരസ്പരം നന്നാക്കുക എന്നതാണ്. അല്ലെങ്കിൽ ശഅബാൻ പകുതി സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്തേക്ക് നോക്കുമ്പോ മനുഷ്യർക്കിടയിൽ വിള്ളലുകളും ഫിത്തനകളും ഫസാദുകളും ഒക്കെ ഉണ്ടാക്കി അസൂയയും വിദ്വേഷവും ഒക്കെയായി കഴിയുന്ന മനുഷ്യർക്ക് അല്ലാഹു തആല അവന്റെ ഇസ്തിഗ്ഫാർ നൽകുകയില്ല എന്നതാണ്. അതുകൊണ്ട് നമ്മൾ പ്രിയപ്പെട്ടവരെ ഈ ശഅബാൻ മാസത്തെ നന്നായി ഉപയോഗപ്പെടുത്തുക. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് നല്ല ഒരു വ്യക്തിയായി മാറാനുള്ള ഒരുക്കങ്ങളാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ഇമാം അബൂബക്കർ അൽ ബൽഖി റഹിമഹുല്ലാ ഒരിക്കൽ പറയുന്നുണ്ട്, ഷഹ്റു റജബിൻ ഷഹ്റു സർഇ എന്ന്. റജബ് മാസം മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കൃഷി ഇറക്കുന്ന ഒരു മാസം പോലെയാണ്. വശഹ്റ ശഅബാൻ ഷഹ്റു സഖി, ശഅബാൻ ആകുമ്പോഴേക്ക് അതിന് നല്ല വെള്ളവും വളവും ഒക്കെ ഇട്ട് കൊടുക്കേണ്ട ഒരു മാസമാണ്. ആ കൃഷി വെച്ചാൽ, ഒരു തൈ വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു കൃഷിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്താൽ അതിനു വേണ്ട വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ട മാസമാണ്. വശഹ്റ റമളാൻ ഷഹ്റു ഹസാദി സറ, റമളാൻ ആകുമ്പോഴേക്ക് നമ്മൾ ഈ വിത്തിട്ടതും മുളച്ചതുമായ നമ്മുടെ ആ കാർഷികമായ ആ എല്ലാ ഉൽപ്പന്നങ്ങളും കൊയ്തെടുക്കേണ്ട, അതിന്റെ വിളവുകൾ, ഫലം കൊയ്തെടുക്കേണ്ട സമയമാണ് റമളാൻ എന്ന് മഹാനായ ഇമാം അബൂബക്കർ അൽ ബൽഖി റഹിമഹുല്ലാ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നാകുക, നമ്മുടെ അമലുകൾ നന്നാക്കുക, നമ്മുടെ അമലുകൾ സാലിഹായ അമലുകളാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കുക. അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോ കുറ്റമറ്റ അമലുകളാണ് നമ്മുടെ അടുക്കൽ ഉള്ളത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ പാകത്തിൽ നമ്മുടെ മനസ്സുകളെയൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ ശുദ്ധീകരിക്കുക എന്നതാണ്. അതിന് ഈ ശഅബാനിനെ ഉപയോഗപ്പെടുത്തണമെന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ശുദ്ധീകരിക്കുകയും നമുക്കൊരു പ്ലാനിംഗ് ഉണ്ടാകുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെയൊക്കെ സമ്പത്ത് എന്ന് പറയുന്നത്. സർക്കാർ തലത്തിൽ നമുക്കറിയാം, കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നു, സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് അവതരിപ്പിക്കുന്നു. ഒരു സാമ്പത്തിക വർഷത്തേക്കുള്ള ഒരു പ്ലാന് തയ്യാറാക്കുന്ന തിരക്കിലാണ് അവരൊക്കെ. സമ്പത്തിന്റെ ഒരു ധാരണ, ഒരു പ്ലാൻ,
ഒരു ധവളപത്രം നമ്മളെ കയ്യിലില്ലെങ്കിൽ പലപ്പോഴും നമ്മളായാലും സംസ്ഥാനമായാലും രാജ്യമായാലും ഒക്കെ വലിയ കെടുതികളിൽ വീണുപോകും എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇസ്ലാം തന്നെ അതുകൊണ്ടാണ് സമ്പത്തിനെ ജഅല ലക്കും ഖിയാമ, നിങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരമാണ് നിങ്ങളുടെ സമ്പത്ത് എന്ന് ഓർമ്മിപ്പിച്ചത്. അപ്പൊ നമ്മുടെ സമ്പത്തിനും കൃത്യമായ ഒരു വരവും ഒരു ചെലവും കണക്കൊക്കെ ഉണ്ടാകേണ്ടതുണ്ട് എന്നത് ഇസ്ലാമിന്റെ താല്പര്യമാണ്. സക്കാത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. സക്കാത്ത് പലപ്പോഴും നമ്മൾ റമദാനിലാണ് കണക്കാക്കാറുള്ളത്. റമദാനല്ല ശരിക്കും അതിന്റെ കണക്കാക്കേണ്ടത്. ഓരോ വർഷവും ഹൗല് തികയുന്നതുണ്ടാകും. ചിലപ്പോൾ നമുക്ക് ഇൻസ്റ്റന്റ് ആയി കൊടുക്കേണ്ട പണമുണ്ടാവും, സമ്പത്തുണ്ടാകും. അതൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി സക്കാത്തിന്റെ വിഹിതങ്ങളും നൽകേണ്ടതുണ്ട്. സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫാമിലിക്ക്, നമ്മുടെ കുടുംബത്തിനൊക്കെ ഒരു ബജറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നത് നല്ലതാണ് എന്നാണ്. ഒരു സാമ്പത്തിക രംഗത്തൊക്കെ ഒരു വിശുദ്ധി നമുക്കുണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ പടച്ചോന്റെ അടുക്കല് നമ്മൾ ഈ കണക്കുകൾക്കൊക്കെ കൃത്യമായ മറുപടി പറഞ്ഞ് നാളെ പരലോകത്തിൽ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അപ്പൊ നമുക്ക് ജീവിതത്തിൽ നമ്മുടെ പണത്തിന്റെ വരവിനനുസരിച്ച് ഒരു പ്ലാൻ വേണം. പണം എന്തിനാണ് എന്നതിനെ കുറിച്ചൊരു കാഴ്ചപ്പാട് വേണം. ദീനിയായ ബോധം എന്താണ് പണവുമായി സമ്പത്തുമായി ഒക്കെ ബന്ധപ്പെട്ട് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ട് പണമായിരുന്നു, അല്ലെങ്കിൽ ഭൂമി സ്വത്തായിരുന്നു, അല്ലെങ്കിൽ കാർഷിക സ്വത്തായിരുന്നു ഈ സമ്പത്ത് എന്നൊക്കെ പറഞ്ഞാൽ. ഇന്നങ്ങനല്ല, പലതിനും പാറ്റന്റുകൾ അവകാശപ്പെടുന്ന കാലത്താണ്. ബുദ്ധി ഉപയോഗിക്കുന്നതിന്, സർഗാത്മകതയുടെ കഴിവിന്, അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്കൊക്കെ പാറ്റന്റുകൾ അവകാശപ്പെട്ട് നമ്മുടെ വാക്കുകൾക്ക് പോലും വിലയിടുന്ന ഒരു കാലത്താണ്. അപ്പൊ എല്ലാം പണമായി, എല്ലാം സമ്പത്തായി കണക്കാക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഭൂമിയിൽ മാത്രമായിരുന്നു പണ്ടൊക്കെ വിഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് ഭൂമിക്ക് മുകളിലും പലതരത്തിലുള്ള സമ്പത്തിന്റെ സ്രോതസ്സുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്, ഉപയോഗപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സൂചിച്ച നമുക്ക് ദീന് പറയുന്ന സാമ്പത്തികമായ രംഗത്ത് കൃത്യമായ ഒരു പ്ലാൻ നമ്മുടെ കയ്യിലില്ലെങ്കിൽ, ദീനിയായ ഒരു ബോധം ഇതിനെ കുറിച്ചിട്ടില്ലെങ്കിൽ പല വിധത്തിലുള്ള തട്ടിപ്പുകൾക്കുമൊക്കെ നമ്മൾ പെട്ടുപോകുമെന്നതാണ്. ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെ കേരളക്കര ചർച്ച ചെയ്യുന്ന വിഷയം പകുതി വിലക്ക് ഒരു സ്കൂട്ടർ അല്ലെങ്കിൽ പകുതി വിലക്ക് വീട്ടുപകരണങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് കോടികൾ തട്ടിപ്പ് നടത്തിയ ഒരു സംഭവത്തെ കുറിച്ചാണ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ എത്രയോ സ്ത്രീകൾ, എത്രയോ കുടുംബങ്ങൾ ഈ കെണിയിൽ വീണുപോയിട്ടുണ്ട്. നമുക്കൊരു സാധാരണ ഒരു സെൻസ് ഉപയോഗിച്ച്, കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഈ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഇത്രമാത്രം വില കുറച്ചൊരു സാധനം നമുക്ക് കിട്ടണമെങ്കിൽ ഒന്നുകിൽ അതിന്റെ ക്വാളിറ്റിയിലുള്ള ഒരു പ്രശ്നം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ലാഭം ഉണ്ടാക്കാൻ, നമ്മളെ നന്നാക്കാൻ, നമുക്കൊരു ആശ്വാസമാകാൻ ഒരു സർക്കാർ അല്ലാത്ത ഏജൻസികൾ പലപ്പോഴും ഇത്തരം ഒരു സംരംഭത്തിന് തയ്യാറാകുമ്പോൾ നമ്മൾ അതിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ കേരളം എന്ന് പറഞ്ഞ സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. തട്ടിപ്പ് നടത്തിയതും തട്ടിപ്പിന് ഇരയാവുന്നതൊക്കെ മലയാളികളാണ്. ജാതി, മതവും രാഷ്ട്രീയവും അതുപോലെ തന്നെ മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ലാതെ പലരും ഈ കെണിയിൽ പെട്ടുപോയിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. അപ്പൊ സാമ്പത്തിക രംഗത്ത് മുസ്ലിങ്ങൾ എന്തുകൊണ്ട് ഇത്തരം തട്ടിപ്പുകൾക്ക് വിധേയരാകുന്നു, മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഇതിലൊക്കെ വീണുപോകുന്നത് എന്ന് നമ്മൾ ആലോചിക്കുക. 1,00,000 രൂപ തന്നാൽ, 1,00,000 ഇൻവെസ്റ്റ് ചെയ്താൽ മാസത്തിൽ 5,000 രൂപ ലാഭം നൽകാമെന്ന് പറയുന്ന പല ബിസിനസ്സുകളും നാട്ടിലുണ്ട്, ഹലാലായതുകൊണ്ട്. എന്നാൽ കൂടുതലായും ഇത്തരം കാര്യങ്ങളൊക്കെ തട്ടിപ്പാണ് നടക്കുന്നത് എന്ന് ഇനിയും ആളുകൾക്ക് എന്താണ് ബോധ്യപ്പെടാത്തത്? ഒരു തട്ടിപ്പിൽ നിന്ന് ആളുകൾ രക്ഷപ്പെട്ട് പിന്നെ അടുത്ത തട്ടിപ്പിൽ പെടുകയാണ്. മുസ്ലിങ്ങളെ പറ്റി റസൂലുള്ള പറഞ്ഞു, മുഅ്മിനീങ്ങളെ ഒരു മാളത്തുനിന്ന് ഒരു വട്ടേ പാമ്പ് പിടിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ അബദ്ധം പറ്റിയ പിന്നെ അത് പെടാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ആളുകൾ എത്രയാണ് ഇത്തരം തട്ടിപ്പുകളിൽ വീണുപോകുന്നത്? ഒരു മാസം 5,000 രൂപ ലാഭം, 1,00,000 റുപ്യ കൊടുത്താൽ നമുക്ക് എത്ര മാസം ലാഭം കിട്ടും? നമുക്ക് എത്ര മാസം ലാഭം കിട്ടേണ്ടത്? അത് കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ മുതലവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. 1,00,000 റുപ്യ കൊടുത്താൽ ഒരു 18 മാസോ അല്ലെങ്കിൽ 20 മാസോ നമുക്ക് എന്ത് ചെയ്യും? ഈ 5,000 റുപ്യ ഈ കൊടുത്ത പൈസ തന്നെ തിരിച്ചു തരാവുന്നതേ ഉള്ളൂ. 1,00,000 ഒരാൾക്ക് കൊടുത്താൽ മാസാമാസം 5,000 ഇത് തരാവുന്നതേ ഉള്ളൂ നമുക്ക്. അയാൾക്കൊരു നഷ്ടം വരാനില്ല. നമ്മൾ വിചാരിക്കുന്നത് ഈ 1,00,000 റുപ്യയുടെ സേഫാണ്, ഇത് എന്തോ ഒരു ബിസിനസ്സിലൊക്കെ ഇറക്കിയിട്ട് കിട്ടാണ് എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. അങ്ങനെയുള്ള എത്തിക്കൽ ഫണ്ടുകൾ വേറെയുണ്ട്. കൃത്യമായി അതിനെ പഠിച്ചിട്ട് നമ്മൾ അതിലൊക്കെ പോയി ജോയിൻ ചെയ്താൽ മതിയാവും, പണം ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാവും. പക്ഷെ മലയാളികളുടെ ഒരു മനോവിചാരം ഇതാണ്, ഒന്ന് കുറച്ച് പൈസ കൊടുക്കുക, അധ്വാനിക്കാതെ കുറച്ച് പൈസ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ആശ്വാസമാണ്. ഈ ഒരു കെണിയിൽ ആദ്യത്തെ ഒരു കൊല്ലം നമുക്ക് ഒരു 60,000 റുപ്യ കയ്യിലുണ്ടെങ്കിൽ ഇയാൾക്ക് എന്ത് ചെയ്യുക? തിരിച്ച് ഒരു 5,000 റുപ്യ വെച്ചിട്ട് നമുക്ക് ലാഭവിഹിതം തരാവുന്നതേ ഉള്ളൂ. ഈ ഒരു കൊല്ലം പണം കിട്ടുമ്പോ നമുക്ക് അടുത്ത പ്ലാന് തരും, 10 ലക്ഷത്തിന്റെ ഒരു വമ്പൻ പ്ലാൻ.
ഒരു 10,000 റുപ്യ മാസത്തിൽ കിട്ടുന്നൊരു മനുഷ്യരാണല്ലോ. സ്വാഭാവികമായും നമ്മൾ ഈ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യും. ഇതിന്റെ വരവ് ആളുകളുടെ എണ്ണം കുറയുന്നതിനനുസരിച്ചും ഇത് കൊടുത്ത് തീരുന്നതിനനുസരിച്ചും ഒരു ഘട്ടം കഴിഞ്ഞാൽ ഈ പദ്ധതി പൊട്ടുകയാണ്. മൂപ്പര് നമ്മൾ വിചാരിക്കണ മാതിരി പലരും പല ബിസിനസ്സിലൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടല്ല. മറ്റൊരാളുടെ 1 ലക്ഷം കിട്ടുമ്പോൾ അതിന് കുറച്ചും കൂടി കാലം നമുക്ക് തരാൻ പറ്റും. ഇതൊക്കെ തീരുന്ന ഒരു സ്ഥലം എത്തുമ്പോ അത് നിൽക്കും, പൊട്ടിപ്പോയി, കണ്ണികൾ പൊട്ടിപ്പോകുമെന്നാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ വേറൊരു തലമാണിത്. നമ്മൾ വളരെ ജാഗ്രത പാലിച്ചിട്ടില്ലെങ്കിൽ ഇത്തരം കെണികളിൽ വീണുപോകും. 1 വെച്ചാൽ 10 കിട്ടും, 10 വെച്ചാൽ 100 കിട്ടും എന്ന് പറയുമ്പോ, ഒരു ലോട്ടറി സംവിധാനത്തിലൂടെ പൈസ കിട്ടും എന്ന് പറയുമ്പോ, കുറഞ്ഞ പണിയെടുക്കുക, കൂടുതൽ ലാഭം കിട്ടുക, അധ്വാനിക്കാതെ കൂലി കിട്ടുക എന്നൊക്കെ കാണുന്ന സംഗതികള് പ്രിയപ്പെട്ടവരെ നമ്മൾ ഗൗരവത്തിൽ ആലോചിച്ച് ചെയ്യേണ്ട വിഷയങ്ങളാണ് എന്നാണ് ഞാൻ ഓർമ്മിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടത്, ദീന് കൃത്യമായി ആ വിഷയത്തിലൊക്കെ ജാഗ്രത കാണിക്കാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. പണം, ധനം, സമ്പത്ത്, നമ്മുടെ സമ്പാദ്യം അള്ളാഹിന്റെ വലിയൊരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ ഒരു അലങ്കാരമാണ്. അത് അള്ളാഹിന്റെ ഒരു അമാനത്ത് കൂടിയാണ്. നമ്മുടെ കയ്യിൽ പണമുണ്ട് എന്നത് ഒരു അമാനത്ത് കൂടിയാക്കി അള്ളാഹ് ഏൽപ്പിച്ചതാണ്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. നമ്മുടെ ധനം, നമ്മുടെ മക്കൾ, ഇതൊക്കെ ദുനിയാവിന്റെ ചില അലങ്കാരങ്ങളാണ്. എന്നിട്ട് അള്ളാഹ് പറയുന്ന ചില കാര്യമുണ്ട്. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. നല്ലതായ കാര്യത്തിലാണ് നിങ്ങൾ അത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങളെ മക്കളെ പറഞ്ഞേക്കണ കാര്യമായാലും നിങ്ങളുടെ സമ്പത്ത് ഉപയോഗിക്കുന്ന കാര്യമാണെങ്കിലും നന്മക്ക് വേണ്ടിയിട്ടായിരിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, അത് നിലനിൽക്കുന്ന ഒരു നിലനിൽപ്പിനാവശ്യമായ രൂപത്തിൽ നശിപ്പിച്ച് കളയരുത് എന്നാണ് സൂചിപ്പിക്കുന്നത്. നിലനിൽക്കുന്ന ഒരു കാര്യത്തിനായിരിക്കണമെന്നാണ്. മാത്രമല്ല, പടച്ചോന്റെ അടുക്കല് പ്രതിഫലം കിട്ടാൻ പറ്റുന്ന രൂപത്തിലുള്ള കാര്യമാണ്. അള്ളാഹുവിൽ നിന്ന് ശിക്ഷ കിട്ടുന്ന, കുറ്റം കിട്ടുന്ന, പാപം പേറുന്ന കാര്യത്തിന് നമ്മുടെ കയ്യിലെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അള്ളാഹു താല ഇത് വളരെ കൃത്യമായി ദീനിന്റെ നിലപാട് എന്നുള്ളവർക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ധനം കൊണ്ട്, മക്കളെ കൊണ്ട് നല്ലതായ, ഗുണമുള്ള, ആളുകൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് പ്രിയപ്പെട്ടവർ നമ്മൾ ഉറപ്പുവരുത്തുക. അതാണ് ഖുർആൻ നമ്മളെ താക്കീത് നൽകുന്നത്. പണം കൈകാര്യം ചെയ്യാൻ കഴിയാത്തവരുണ്ടാവും. എല്ലാവർക്കും ചിലപ്പോൾ ഈ കണക്കൂട്ടലും, ഈ പണം ക്രോഡീകരിക്കലും, ഇതിന്റെ കണക്ക് എഴുതി വെക്കലും, അത് എങ്ങനെയാണ് ഇതിന്റെ ബിസിനസ് ചെയ്യുക, കച്ചവടം ചെയ്യുക, ഇത് എല്ലാവർക്കും ധാരണ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞ വലാ തൂതു സുഫഹാ അംവാലക്കും, നിങ്ങളുടെ പണം കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ആളുകളെ നിങ്ങൾ അത് ഏൽപ്പിക്കരുത്. കുടുംബത്തിലൊക്കെ അങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ ആവേശവും വാശിയും പല കാര്യങ്ങളിലൊക്കെ കഴിവുണ്ടാവും. പക്ഷെ പണം കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ആളുകൾ അത് ഏൽപ്പിക്കാൻ പാടില്ല എന്ന് ഖുർആൻ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ദീന് നൽകുന്ന ഒരു പാടാണ്. അപ്പൊ നമ്മുടെ കയ്യിലെ പണം അവിടെയും ഇവിടെയും കൊണ്ടുപോയിട്ട് ഇത്ര കിട്ടും അത്ര കിട്ടും എന്നൊക്കെ പറയുമ്പോഴേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നീട് നമ്മൾ അതിലേക്ക് കുറെ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. ഒരു കൊല്ലം നമ്മൾ ഈ പണം കിട്ടുമ്പോ നമ്മുടെ സുഹൃത്തുക്കളോട് പറയും, അത് സത്യമാണ്, ഞാനിപ്പോ 10 മാസമായി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ 2 കൊല്ലം കഴിഞ്ഞാലും 3 കൊല്ലം കഴിഞ്ഞാലും ഇത് വാങ്ങും. അങ്ങനെ വാങ്ങിയവർ എത്ര പേരുണ്ട് നമ്മൾ അന്വേഷിച്ച് നോക്കിയാൽ നമുക്ക് അതിന്റെ ഒരു അവസ്ഥ പ്രിയപ്പെട്ടവരെ മനസ്സിലാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ കരിഹ ലക്കും സലാസൻ, 3 കാര്യം അള്ളാഹ്ക്ക് വലിയ വെറുപ്പുള്ള സംഗതിയാണ്. ഒന്ന് ഖീല വ ഖാല, അവിടെ പടി കേട്ടതും അറിഞ്ഞതൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. ശരിക്കും ഹക്കറിയാതെ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾ പറഞ്ഞു, ഇയാൾ പറഞ്ഞു, ഞാൻ കേട്ടു എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അതിങ്ങനെ പറഞ്ഞു നടക്കുന്ന സ്വഭാവം അള്ളാഹുവിന് വെറുപ്പുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. രണ്ടാമത്തത് പറഞ്ഞു ഇലാഅത്തുൽ മാൽ, പണം നഷ്ടപ്പെടുത്തുക. പണം നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ അനാവശ്യമായോ അല്ലെങ്കിൽ ബോധമില്ലാതെയോ അലസമായോ അവിവേകം കൊണ്ടൊക്കെ നമ്മുടെ പണം നഷ്ടപ്പെടുത്തുന്നതും അള്ളാഹ്ക്ക് വെറുപ്പുള്ള കാര്യമാണ് എന്ന് പറഞ്ഞു. മൂന്നാമത് പറഞ്ഞു വക്കസറത്തു സുആൽ, ധാരാളമായി ഇങ്ങനെ അനാവശ്യമായി ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും അതിന്റെ ഉത്തരമൊന്നും ഉണ്ടാവില്ല എന്ന്, അല്ലെങ്കിൽ ഉത്തരം കിട്ടേണ്ടതാവില്ല. ഒരാളെ ഇടങ്ങേറാക്കാൻ വേണ്ടി നമ്മളിങ്ങനെ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുക, അസ്ഥാനത്ത് ചോദ്യങ്ങൾ ചോദിക്കുക. അവിടെ ചോദിക്കേണ്ട കാര്യമാവില്ല, ചിലപ്പോ അവിടെ പറയേണ്ട കാര്യങ്ങളാവില്ല, എന്നാലും മുമ്പൊക്കെ ഇടങ്ങേറാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ആളുകൾ ഇങ്ങനെ അനാവശ്യമായ ചോദ്യങ്ങൾ പല കാര്യത്തിനു വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹു തആല അത് കരിഹ, വെറുത്തിരിക്കുന്നു, അള്ളാഹ്ക്ക് വെറുപ്പുള്ള കാര്യമാണ് എന്ന് അത് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പണത്തിന്റെ വിഷയത്തിൽ ധൂർത്തുണ്ടാകാൻ പാടില്ല, എന്നാ പിശുക്കുണ്ടാകാൻ പാടില്ല. ഞാൻ പൈസ ഒന്നും ചെലവാക്കില്ല, ഒരു ആവശ്യത്തിനും പണം ചെലവഴിക്കാത്ത ആൾക്കാരുണ്ടാവും. എന്തെങ്കിലും ഒരു നന്മയുടെ കാര്യത്തിൽ റെസീറ്റ് ആയിട്ട് വരുമ്പോഴേക്ക് വഴി
വഴിമാറിപ്പോകുന്ന ആൾക്കാരുണ്ടാവും. അത്തരം റെസീറ്റായിട്ട് വരുന്നവനോട് തന്നെ ഒരു വെറുപ്പ് കാണിക്കുന്ന ആൾക്കാരുണ്ടാവും. എന്താണോ പർപ്പസ്, എന്താണോ ആവശ്യം, എന്താണോ അത്യാവശ്യം, അതിന് നമ്മുടേതായ ഒരു വിഹിതം മനസ്സറിഞ്ഞ് കൊടുക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ പുണ്യമാണ്. നമ്മുടെ മനസ്സിന്റെ ഒരു വിശാലതയാണ് യഥാർത്ഥത്തിൽ. അത് അള്ളാഹുവിന്റെ ബർക്കത്ത്, ഒരു തൗഫീക്കുമാണ്. എന്നാൽ ദൂർത്ത് കാണിക്കണോ, എല്ലാത്തിനും നമ്മൾ പൈസ ചെലവഴിക്കുക, അനാവശ്യമായ നമ്മുടെ കുടുംബത്തിന്റെയും അത്യാവശ്യങ്ങളൊക്കെ ബാക്കി വെച്ച് മറ്റുള്ള കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുക, അതിന്റെ ആവശ്യമില്ല. നമ്മളത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്നാണ്. ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ അടിമകളെ കുറിച്ച് പറഞ്ഞപ്പോ അവിടെ ഖുർആൻ എടുത്തു പറഞ്ഞു, വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. നല്ല മുഅ്മിനീങ്ങൾ, അള്ളാഹുവിന്റെ അടിമകൾ, അവരെന്ത് ചെയ്യും? ധൂർത്ത് കാണിക്കൂല, അതേസമയം പിശുക്കും കാണിക്കൂല എന്നുള്ള അതിന്റെ ഒരു ഇടത്തരത്തിലാണ് അവരുടെ ഭക്ഷണത്തിന് വേണ്ടി, പാനീയത്തിനു വേണ്ടി, വസ്ത്രത്തിനു വേണ്ടി, അവരുടെ ജീവിത സുഖങ്ങൾക്ക് വേണ്ടി, സൗകര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ അവർ ചെലവഴിക്കുക എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ബോധവൽക്കരിക്കുകയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ഈ വിഷയത്തിൽ ഒരു ബോധം ഉണ്ടാക്കുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്. ലോണ്, എത്രയാണ് ആളുകൾ ലോൺ എടുത്ത് കൂട്ടുന്നത്? EMI സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്, അടവിന് സാധനങ്ങൾ വാങ്ങാൻ പറ്റും. അതൊരു ആശ്വാസമാണ് ആളുകൾക്ക്. പക്ഷെ പലപ്പോഴും അതിന്റെ അടവ് തെറ്റിപ്പോയാൽ വലിയ പലിശകൾ നമുക്ക് കൊടുക്കേണ്ടി വരും. പലിശ ഇടപാടുകളുള്ള EMI-കളുണ്ട്, പലിശ ഇടപാടുകൾ സീറോ ആയിട്ടുള്ള EMI-കളുണ്ട്. അത് മനസ്സിലാക്കാതെ ഒരാൾ ഈ സാധനങ്ങൾ വാങ്ങാൻ പോയാൽ വലിയ കെണിയിൽ വീണുപോകും. അതുപോലെ തന്നെ പകുതി വിലക്ക് ലാപ്ടോപ്പ്, പകുതി വിലക്ക് സ്കൂട്ടർ, പകുതി വിലക്ക് സംഗതി എന്നൊക്കെ പറഞ്ഞു വരുന്ന സംഗതികളൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നന്നായിട്ട് ആലോചിച്ച് ഇടപെടേണ്ട ഒരു മേഖലയാണ്. അപ്പൊ ഇത്തരം പദ്ധതികളൊക്കെ വരുമ്പോ നമ്മുടെ വരവിനെ കുറിച്ച്, എത്രയാണ് നമ്മുടെ വരവ്, നമുക്കൊരു മാസത്തിൽ എത്ര അടവ് കൊടുക്കാൻ പറ്റും, എത്ര ഇൻവെസ്റ്റ് പൈസ നമുക്ക് സാധനങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളിപ്പോ ഈ സാധനം വാങ്ങിയാൽ അടുത്ത മാസത്തെ ഭക്ഷണത്തിനുള്ള വരവ് എഴുതുന്നുണ്ടാകുക, നമ്മുടെ ഇന്ന ചെലവുകൾക്ക് എങ്ങനെയാണ് പൈസ കണ്ടെത്തുക, അതിൻ്റെ ഇടയിൽ ഒരു അസുഖം വന്നാൽ എന്താണ് നമ്മൾ ചെയ്യുക, നമുക്കൊരു പ്ലാൻ വേണം. വരവിനനുസരിച്ചുള്ള ചെലവാണ് നമുക്ക് എന്ന് ഉറപ്പുവരുത്തണം. ആ ചെലവിൽ തന്നെ നമ്മൾ ചുരുക്കിയിട്ട് ഒരു എമർജൻസി ഫണ്ട് നീക്കിയിരിപ്പായിട്ട് നമ്മുടെ അടുത്ത് വേണം. ഇന്നത്തെ കാലത്ത് ഒരു അസുഖം വന്നാൽ പഴയ പോലത്തെ കാലമൊന്നുമല്ല. ഒരു ആശുപത്രിയിൽ ഒരു കേസ് കുടുങ്ങിയാൽ ആ ജീവിതം കുഴങ്ങി, ആ മനുഷ്യന്മാർ കുഴങ്ങി എന്നുള്ളിടത്തുള്ളത്. അത്രമാത്രം ഭാരിച്ച ചെലവുകളാണ് ആശുപത്രികളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ഭദ്രമാണ് സാമ്പത്തികാവസ്ഥ എന്ന് പറഞ്ഞവർ പോലും കുഴങ്ങിപ്പോണ ഒരവസ്ഥയുള്ളത്. എല്ലാവരും ഒന്ന് താങ്ങേണ്ട ഒരവസ്ഥയിലാണ് പോണത്. അപ്പൊ നമ്മൾ അതൊന്നും മനസ്സിലാക്കാതെ നമ്മളുള്ളതൊക്കെ അടിച്ചു പൊളിച്ചുള്ളതൊക്കെ തീർത്ത് അങ്ങനെ പോവുകയാണോ വേണ്ടത് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ ഭർത്താവിന്റെ, നമ്മുടെ വാപ്പയുടെ വരുമാനം എത്രയാണ്, എങ്ങനെയാണ് ആ പണം വരുന്നത് എന്നത് നമ്മുടെ കുടുംബത്തിനൊരു ധാരണ വേണം. മിതമായി ചെലവഴിക്കാൻ നമ്മുടെ മക്കൾക്ക് ഗൈഡൻസ് കൊടുക്കണം, അവരെ പരിശീലിപ്പിക്കണം. എന്നാ പിശുക്കന്മാരാക്കണോ? അത് വേണ്ടേ. ദാനധർമ്മങ്ങളെ പറ്റി അവർക്ക് ബോധം ഉണ്ടാക്കി കൊടുക്കും വേണം. നമ്മുടെ ഉപഭോഗ സംസ്കാരങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും ഷോപ്പിംഗ് മാളിലോ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി ആ ഒരു പാത്രമായിട്ട് അങ്ങനെ പോകുമ്പോൾ കാണണമൊക്കെ നമ്മൾ പാത്രത്തിലേക്ക് ഇടണം തോന്നും. കാരണം ഒക്കെ നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. പക്ഷെ അത്യാവശ്യങ്ങൾ ഏതാണ് എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ എല്ലാ ബഡ്ജറ്റുകളും തെറ്റിപ്പോകും എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. ബാങ്കുകൾ നമ്മളെ ഒരു സഹായിക്കുന്നുണ്ടാവും പലപ്പോഴും, പക്ഷെ ഒരു ആത്യന്തികമായി നമ്മളെ സഹായിക്കാനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്ര കടം വേണ്ടി നമ്മൾ ചോദിച്ച് അന്വേഷിച്ച് വീട്ടിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പണം വേണോ, ലോണ് വേണോ എന്ന് ചോദിച്ചു തരും. യാതൊരു രേഖയും വേണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും വല്ലാത്ത നല്ല ടീം തന്നെ കേട്ടോ, എത്ര നല്ല ടീമാണെന്ന് വിചാരിക്കും. പക്ഷെ ഒരിക്കൽ നമ്മൾ ഇത്തരം കെണിയിൽ വീണുപോയാൽ കയറിപ്പോരാൻ കഴിയില്ല. പലിശയുടെ വലിയ കെണികളിൽ നമ്മൾ കുടുങ്ങിപ്പോകും. ഓൺലൈൻ തട്ടിപ്പുകളൊക്കെ അത്തരം കാര്യങ്ങളുണ്ട് എന്ന് പ്രിയപ്പെട്ടവർ നമ്മൾ മനസ്സിലാക്കുക. ഓഫറുകളും തട്ടിപ്പുകളും ഒക്കെ പലതും ഉണ്ടാവും. അപ്പൊ നമ്മളെ നന്നാക്കാനാണോ, നമുക്കൊരു ഗുണത്തിനാണോ, എത്രമാത്രം അതുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളെ ബഡ്ജറ്റ് കറക്റ്റ് മനസ്സിലാക്കാതെ ഒരു പ്ലാനും നമ്മൾ ഉണ്ടാക്കേണ്ടതില്ല. വീട് വെക്കുമ്പോൾ ആൾക്കാർ പറയും 2 നില ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതൊരു 10 കൊല്ലം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ നില എടുക്കുമ്പോൾ എന്ന് ആലോചിച്ച് നോക്കി അതിന്റെ ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാധുവിനെ നമ്മളെ കെണിയിൽ വീഴ്ത്തും. ഈ 10 കൊല്ലം ജീവിക്കണ്ടേ? കടബാധ്യതകൾ വേറി വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ച് പല ആളുകളുടെ മുമ്പിൽ കൈനീട്ടി കൊടുത്ത പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റാതെ ഇടങ്ങേറായി എത്ര മനുഷ്യന്മാരെ നമ്മളെ മുന്നിൽ ജീവിക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള എടുത്തോളി, ആവശ്യം ഉണ്ടാവുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതിയല്ലോ. ആളുകളുടെ ഡയലോഗിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സൗകര്യങ്ങളൊന്നും വികസിപ്പിക്കേണ്ടതില്ല. ആളുകളെ കാണിക്കാൻ വേണ്ടി നമ്മുടെ സൗകര്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ടതില്ല. നമ്മളോട് ആളുകൾ ചോദിക്കുമ്പോൾ എന്താന്ന് ചോദിച്ചാൽ കാര്യം പറഞ്ഞാൽ മതി. പൈസ ഇല്ല, അല്ലെങ്കിൽ അതിന് പൈസ ഫ്രീ ആയിട്ട് തരുന്നവരുണ്ടോ, നമ്മൾ വാങ്ങിക്കോളി, ചെയ്തോളി. അവനവൻ ഈ ഭാരം പേറിയിട്ട് ജീവിതത്തിൽ കുടുംബത്തിന് ഒരു നല്ല ഭക്ഷണം വാങ്ങി കൊടുക്കാൻ വയ്യ, കുട്ടികൾക്ക് ഒരു വസ്ത്രം വാങ്ങി കൊടുക്കാൻ വയ്യ, പുരയ്ക്ക് കയറി ചെല്ലാൻ തോന്നണില്ല, പുറത്തേക്ക് ഇറങ്ങാൻ തോന്നണില്ല, ആളുകളായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് സാധിക്കണില്ല. അങ്ങനെ കുഴങ്ങി നടക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. ഈ ബഡ്ജറ്റ് കൃത്യമായി നമ്മൾ
പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ വലിയ ആപത്തിൽ നമ്മൾ പെട്ടുപോകുമെന്നതാണ്. ഇസ്ലാം അത് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് നമ്മളോട്. കുലു, നിങ്ങൾ ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചോളി. വതസദ്ദഖു, നിങ്ങൾക്കൊരു സ്വതക്ക കൊടുക്കാനുള്ള ഒരു ബാക്കി ഉണ്ടാകണം എന്നുള്ളതാണ്. നമ്മുടെ വരവിൽ നമ്മൾ എന്ത് ചെയ്താലും ഒരു സ്വതക്ക കൊടുക്കാനുള്ള ഒരു ബാക്കി നമ്മുടെ കയ്യിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. വൽബസു ഫീ ഗൈരി ഇസ്റാഫിൻ വലാ മഖീല, പിശുക്കോ ദൂരത്തൊന്നും കാണിക്കാതെ ആവശ്യത്തിനുള്ള വസ്ത്രമൊക്കെ വാങ്ങി നിങ്ങൾ അങ്ങനെ സന്തോഷത്തിൽ ജീവിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം എന്ന നിലക്കാണ് സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഷഅബാൻ വളരെ പെട്ടെന്ന് നമ്മളിൽ നിന്ന് തീർന്നു പോകും. നമ്മൾ റമളാനിലേക്കുള്ള ഒരുക്കങ്ങൾ, എവിടെയാണ് നമ്മൾ കൂടുതൽ അമലുകൾ ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ തിരുത്തി ശരിയാക്കേണ്ടത് എന്നൊക്കെ അവനവന്റെ നഫ്സിനോട് ചോദിക്കുകയും അത് കൃത്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക രംഗത്ത് ഒരു അച്ചടക്കം, ഒരു ബോധം നമുക്കൊക്കെ ഉണ്ടാകണം എന്നതുമാണ് പ്രിയപ്പെട്ടവരെ ഓർമ്മിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ ഖൈറായി പരിവസിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നാളെ നമ്മുടെ മദ്രസയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ നമ്മുടെ മദ്രസയിൽ ഒരു ഡിജിറ്റൽ റൂം തയ്യാറാക്കിയ വിവരം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. പുതിയ കാലത്ത് നമ്മുടെ മത വിദ്യാഭ്യാസം ഏറ്റവും ആകർഷകമായ രീതിയിൽ കുട്ടികൾക്ക് ലഭ്യമാക്കുക എന്ന ഒരു അജണ്ടയിലാണ് ആ ഒരു സ്മാർട്ട് ക്ലാസ് റൂം സംവിധാനിച്ചിട്ടുള്ളത്. എല്ലാ ക്ലാസ്സുകളും നമുക്ക് അങ്ങനെ ഡിജിറ്റലൈസ് ചെയ്യേണ്ടതുണ്ട്. ആകർഷകമായി ഖുർആൻ പാരായണം കേൾക്കാനും അതിന്റെ ഉച്ചാരണം കൃത്യമായി മനസ്സിലാക്കാനും പാഠഭാഗങ്ങൾ വളരെ ആകർഷകമായ രീതിയിൽ തന്നെ മനസ്സിലാക്കാനും നമസ്കാരവും അതുപോലെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെയൊക്കെ അതിൻ്റെതായ ഒരു പെർഫെക്ഷനിൽ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെയാണ് ആ ഒരു സ്മാർട്ട് ക്ലാസ് റൂം തയ്യാറാക്കിയിട്ടുള്ളത്. അതിന്റെ പിന്നിലെ ഒരുപാട് ആളുകൾ അധ്വാനിച്ചിട്ടുണ്ട്, ആശയം പങ്കുവച്ചവരുണ്ട്, അതിന് പണം ചെലവഴിച്ചവരുണ്ട്, അതിനുവേണ്ടി ഒരുപാട് ഓടി നടന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ കമ്മിറ്റി അത് വളരെ ഭംഗിയായി തന്നെ അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. നമ്മുടെ ഈ ഒരു പ്രദേശത്തെടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് വളരെ കുറഞ്ഞ സ്ഥലങ്ങളിലെ ഇത്തരം സംവിധാനങ്ങളൊക്കെ ആയിട്ടുള്ളൂ. നമുക്കത് പൂർത്തീകരിക്കാൻ സാധിച്ചത് നമ്മുടെ മഹല്ലിലെ നമ്മുടെ സുമനസ്സുകളായ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പലരുടെയും അടുത്ത് പണത്തിന് ചെന്നപ്പോൾ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, രോഗപ്രശ്നങ്ങളുണ്ട്, കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്, വീട് വെക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതിനൊക്കെ ഇടയിലും ഇതൊരു മദ്രസയുടെ, ദീനിന്റെ, പള്ളിയുടെ ഒക്കെ ഒരു കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ ഒന്നും ആലോചിക്കാതെ പണം എടുത്തു കൊടുത്ത, ആയിരങ്ങൾ എടുത്തു കൊടുത്ത എത്രയോ നല്ല മനുഷ്യരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുകയും നല്ല ഉദ്ദേശങ്ങളൊക്കെ സഫലമാക്കി കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ എന്ന് പ്രത്യേകം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മളും പ്രാർത്ഥിക്കണം. നാളെ രാവിലെ 7:30 മണിക്ക് അതിന്റെ ഉദ്ഘാടന കർമ്മം നടക്കുകയാണ്. നല്ല ക്ലാസ്സുകളൊക്കെ അതോടുകൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ രക്ഷിതാക്കളും നമ്മുടെ മഹല്ലിലെ മുഴുവൻ ആളുകളും അതിലൊക്കെ പങ്കെടുത്ത് ആ കാര്യങ്ങൾ വളരെ ഭംഗിയാക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പോരായ്മകളൊക്കെ പുറത്തു നൽകുകയും നല്ല ഉദ്ദേശങ്ങളൊക്കെ സഫലമാക്കി നൽകുകയും ചെയ്യുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനും റഹീമുമായ നാഥ, നീ നിന്റെ മഹത്തായ ഫളൽ കൊണ്ട് വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ധാരാളം കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അതൊക്കെ അമൽ സ്വാലിഹാത്തുകളായി നിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ട് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മുഅ്മിനായി മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ ഉമറാക്കൾ, ഞങ്ങളുടെ ഉലമാക്കൾ, ഞങ്ങളുടെ മഹല്ലിലെ പ്രിയപ്പെട്ടവർ, അല്ലാഹുവേ, എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹു, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, മാനസികമായി വിഷമിക്കുന്നവരുണ്ട്, ശാരീരികമായി അവശതകൾ അനുഭവിക്കുന്നവരുണ്ട്, സാമ്പത്തികമായി ഞെരുങ്ങി
ഞെരുക്കം അനുഭവിക്കുന്നവരുണ്ട്, പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അവരുടെയൊക്കെ നല്ല ഉദ്ദേശങ്ങൾ നീ സഫലമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ധാരാളം ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ദീനിനെയും ഞങ്ങളുടെ ഉമ്മത്തിനെയും ഞങ്ങളുടെ നാടിനെയും ഈ രാജ്യത്തെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദൈനാ മിനൻ നാർ, അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.